ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹായിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ആറ്റുനോറ്റി കാത്തിരുന്നൊരു മീനുമായിട്ടാണ് കേട്ടോ. ഇപ്പം മറ്റേ മഴയൊക്കെ ആയതുകൊണ്ട് മീനൊക്കെ കിട്ടാൻ പാടല്ലേ, അങ്ങനെ ഞാൻ കാത്തിരുന്ന് എനിക്ക് കിട്ടിയത് സിലോപ്പിയ. അപ്പം നോക്കാൻ നേരത്തെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ സാധാ ഫ്രൈ ചെയ്യുന്നതിലും ഭേദം എന്തെങ്കിലും കൂടെ ഒന്ന് ചെയ്താലോ എന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ മീനെടുത്തു. നമ്മുടെ നോർമൽ മസാല ഉണ്ടല്ലോ, നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ നീര്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മീൻ മാഗ്നേറ്റ് ചെയ്ത് ഒരു 1 hour വെക്കാം. ഓക്കെ, 1 hour വെച്ച് കഴിയുമ്പോൾ അതിന് മസാല എല്ലാം അതിനകത്ത് പിടിച്ച് പൊളിയായിരിക്കും. പിന്നെ ഒരുപാട് മസാല ചേർക്കണ്ട, എന്താ പറയുക, മീൻ്റെ ഒരുപാട് റോ ടേസ്റ്റ് പോകണ്ട. അങ്ങനെ പിന്നെ അതൊന്ന് ജസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് 2 സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എടുക്കുക, അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കുക. നമ്മുടെ വാഴയില എടുക്കുക, നന്നായിട്ട് വാട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന മീനിനെ എടുത്ത് അതിനകത്തിട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ, അതിൻ്റെ മേളിൽ ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, തക്കാളി, പിന്നെ നമ്മളൊരു ഇച്ചിരി കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ഓൺ ചെയ്യുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ മീൻ തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലും നന്നായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഒന്നാം പാലാട്ടോ നമ്മൾ എടുക്കണം, ഫുൾ 1 പാലാണേ. അത് കഴിഞ്ഞിട്ട് ആ ഇലയിൽ കിടന്ന് ഇതിങ്ങനെ വേകണം. അപ്പം അതിനകത്ത് ആ ഉള്ളിലോട്ടൊക്കെ ആ തേങ്ങാപ്പാലും ആ ഫുൾ നമ്മൾ ഇട്ടിരിക്കുന്ന സാധനത്തിൻ്റെ ചതച്ചതിൻ്റെയൊക്കെ ഫ്ലേവർ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലും. അത് കഴിഞ്ഞ് ഒരുപാട് ചൂടാറാൻ നിൽക്കുക, ചൂടോടെ കഴിക്കണം. അങ്ങനെ ആ ചൂടോടെ എടുത്ത് ആ സൈഡിൽ ഇച്ചിരി ഗ്രേവിയിൽ ഇങ്ങനെ മുക്കിയെടുത്ത് കഴിച്ച്